ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങൾ ഏപ്രിൽ 6 വരെ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. ഇറാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെന്നാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് വ്യക്തമാക്കിയത്. ഏപ്രിൽ 6 വരെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുന്നത് നിർത്തിവെക്കും. ടെഹ്റാനുമായുള്ള ചർച്ചകൾ ക്രിയാത്മകമായി മുന്നോട്ടു പോകുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്ക മുന്നോട്ട് വെച്ച 15 സമാധാന കരാർ ഇറാൻ അംഗീകരിക്കണമെന്ന നിലപാടിൽ മാറ്റമില്ല. ഇറാനിയൻ ചർച്ചക്കാരുടെ നിലപാടുകളെ വിചിത്രമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. സൈനികമായി തകർന്ന നിലയിലുള്ള ഇറാൻ ഒരു കരാറിനായി യാചിക്കുകയാണെന്നും എന്നാൽ പുറം ലോകത്തിന് മുൻപിൽ കരാർ പരിശോധിക്കുകയാണെന്ന് വ്യാജമായി പറയുകയാണെന്നും ട്രംപ് പരിഹസിച്ചു. വൈകുന്നതിന് മുൻപ് അവർ ഗൗരവമായി ചിന്തിക്കുന്നതാണ് നല്ലത്. ഒരിക്കൽ ആക്രമണം പൂർണ്ണ തോതിൽ പുനരാരംഭിച്ചാൽ പിന്നെ ഒരു തിരിച്ചുവരവ് സാധ്യമാകില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ട്രംപിന്റെ പ്രസ്താവനകൾ പുറത്തു വരുമ്പോഴും മേഖലയിൽ സംഘർഷത്തിന് അയവില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്നും പോരാട്ടം തുടരുമെന്നും ഇറാൻ ആവർത്തിക്കുന്നുമുണ്ട്. 15 വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ തള്ളിയതായാണ് വിവരം. അതേസമയം ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിൽ പരാജയപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാഖിൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടിനിടെ സുഡാൻ ഇസ്ലാമിസ്റ്റ് കമാൻഡറുടെ മുന്നറിയിപ്പ് ചർച്ചയാവുകയാണ്. ഫെബ്രുവരി 28-നാണ് ഇസ്രയേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി USA ഇറാൻ ആക്രമണം ആരംഭിക്കുന്നത്. ആദ്യ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയെയും നിരവധി സൈനിക മേധാവികളെയും കൊലപ്പെടുത്താൻ ഇസ്രയേലിന് സാധിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇതുവരെയായും കാര്യമായ ഒരു മുന്നേറ്റവും അവകാശപ്പെടാനില്ലായിരുന്നു. ഇതിനിടെയാണ് ഇറാനിലേക്ക് USA-യോ ഇസ്രയേലോ കരയുദ്ധത്തിന് മുതിർന്നാൽ തങ്ങളുടെ സൈന്യത്തെ ഇറാന്റെ സഹായത്തിനായി ഇറക്കുമെന്ന് സുഡാൻ ഇസ്ലാമിക് കമാൻഡർ അൽ നാജി അബ്ദുള്ള അവകാശപ്പെട്ടത്. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ദേശീയ സൈന്യത്തോടൊപ്പം പോരാടുന്ന സുഡാനീസ് മുജാഹിദീൻ എന്ന സംഘടനയുടെ നേതാവാണ് അൽ നാജി അബ്ദുള്ള. ഞങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുന്നു. ഇവിടെ സുഡാനിൽ നിന്ന് ഞങ്ങൾ അത് പറയുന്നു. ഇറാനുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അൽ നാജി അബ്ദുള്ള ഇങ്ങനെയാണ് പറഞ്ഞത്. അമേരിക്കക്കാരും സയനിസ്റ്റുകളും ഇറാനിൽ കരസേനയെ വിന്യസിച്ചാൽ അവരെ നേരിടാൻ ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് സൈന്യത്തെ അയക്കും. ഞങ്ങൾ ഇത് തുറന്നു പറയുന്നു. ഞങ്ങളുടെ എല്ലാ ബറ്റാലിയനുകളെയും അവിടെ യുദ്ധം ചെയ്യാൻ അയക്കുമെന്നും അൽ നാജി അബ്ദുള്ള കൂട്ടിച്ചേർത്തിരുന്നു. യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് ഇറാന് പ്രത്യക്ഷ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വിദേശ രാജ്യത്തെ സൈനിക സംഘത്തിൽ നിന്ന് ഇത്തരമൊരു പ്രസ്താവന ഉണ്ടാകുന്നത്. സുഡാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാണ്. രാജ്യത്തുടനീളം സൈന്യവും സൈന്യത്തെ എതിർക്കുന്ന സായുധ സംഘങ്ങളും തമ്മിലുള്ള പോരാട്ടം ശക്തമായ നിലയിൽ തുടരുന്നതിനിടെയാണ് സൈന്യത്തെ സഹായിക്കുന്ന ഒരു സായുധ സംഘത്തിൽ നിന്നും ഇത്തരമൊരു പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. 2023 സുഡാനീസ് സായുധ സേനയും അർദ്ധ സൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇസ്ലാമിക സംഘടനകൾ സൈന്യത്തിന് പിന്തുണയായി തങ്ങളുടെ പോരാളികളെ അണിനിരത്തുകയും സൈനിക ക്യാമ്പിനുള്ളിൽ തങ്ങളുടെ സ്വാധീനം വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു. സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽ സൈന്യത്തിന് ഇറാന്റെ പിന്തുണയുണ്ടായിരുന്നു. അതേസമയം RSFന് സൗദിയും UAEയും പിന്തുണ നൽകുന്നതായും ആരോപണമുയർന്നു. സുഡാനിലെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര വെടിനിർത്തൽ പ്രവർത്തനങ്ങളെ സൈന്യവുമായി സഖ്യത്തിലേർപ്പെട്ട ഇസ്ലാമിക വിഭാഗങ്ങൾ ശക്തമായി എതിർക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു.